Hello everyone. Today's video about ICT question paper discussion part 2. Okay. Already നമ്മൾ കുറച്ച് ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ടുഡേസ് വീഡിയോ ഇതിൽ മെയിൻ ടോപ്പിക്സ് ഇന്റർനെറ്റ്, ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്നും ഉറപ്പായിട്ട് അപ്കമിങ് UGC നെറ്റ് എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട്. ബിക്കോസ് ഇതൊക്കെ ഉള്ള കോമൺ ഏരിയാസ്. ഇതിൽ നിന്നും ഉറപ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ടൈമിൽ UGC നെറ്റ് എക്സാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ടുഡേ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെബ്സൈറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെരി കോമൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, ബട്ട് സംടൈംസ് നമുക്കൊരു ഇവിടെ ഒരു ലാഗിങ് ഉണ്ടാകും. ബിക്കോസ് വെബ്സൈറ്റ് ഇസ് എ കളക്ഷൻ ഓഫ്, ആക്ച്വലി വെബ്സൈറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് website is a collection of web pages. Web pages is a collection of HTML documents. Okay, so website is a collection of web pages. Option B will be the answer. But web pages is a collection of HTML documents. So sometimes HTML documents also called as web pages. Okay, so don't confuse here. Website is a collection of web pages. Web pages is a collection of HTML documents. HTML documents sometimes is known as web pages. Okay, audio video files ഒക്കെ നമ്മൾ വെബ്സൈറ്റിൽ some places ഉണ്ടായിരിക്കും. പക്ഷേ വെബ്സൈറ്റ് purely is not about the collection of audio and video files. So option C is wrong. So website is a collection of web pages. Option B. Okay, next question, the folder retains copies of messages that you have started but are not yet ready to send. Okay, email related question, messages that have you started but are not yet ready to send. അതായത് ഒരു ഇമെയിൽ നമ്മളിപ്പോൾ ഒരുത്തർക്ക് ഇപ്പോൾ ഇമെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, നമ്മളിങ്ങനെ അതിൻ്റെ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു തിരക്കായിരിക്കാം, അല്ലെങ്കിൽ ആ മെസ്സേജ് ഇങ്ങനെ മതിയോ എന്നുള്ള കുറെ കൺഫ്യൂഷൻസ് നമുക്കുണ്ടായിരിക്കാം. ആ സമയത്തിൽ ആ മെസ്സേജ് എവിടെ പോയി സ്റ്റോർ ആകും? അതായത് മെയിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി, അതായത് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ അത് സെൻഡ് ചെയ്യുന്ന രീതിക്ക് റെഡി ആയിട്ടില്ല. ആ സമയത്തിൽ എവിടെ ആയിരിക്കും? സോ ആൻസർ വിൽ ബി ഡ്രാഫ്റ്റ്. ബിക്കോസ് നമ്മളിങ്ങനെ ഒരു മെയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൽ കംപ്ലീറ്റ് ആകാതെ പക്ഷത്തിൽ ആ മെയിൽ ഡ്രാഫ്റ്റ് ആ ഫോൾഡറിൽ പോയി നിൽക്കും. സോ നമുക്ക് അവിടെ നിന്ന് അത് റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതർ ഓപ്ഷൻസ് ഓൾസോ വി ക്യാൻ സി ഔട്ട് ബോക്സ്. വാട്ട് ഈസ് ഔട്ട് ബോക്സ്? ഔട്ട് ബോക്സ് മീൻസ് ഇപ്പം നമ്മൾ ഒരു മെയിൽ റെഡി ആകി, അതായത് നമ്മൾ കണ്ടന്റ്, സബ്ജക്റ്റ്, ഫ്രം, ടു എല്ലാം ടൈപ്പ് ചെയ്ത ശേഷം അത് മെയിൽ നമ്മളിങ്ങനെ ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി 2 അഡ്രസ്സ് അതിൻ്റെ അകത്തുണ്ട്. സോ 2 അഡ്രസ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനത്തെ ചില ഇഷ്യൂസ് കൊണ്ട് ആ മെയിൽ ഔട്ട് ബോക്സിൽ സ്റ്റോർ ആയിരിക്കും. അഗെയിൻ നെറ്റ്വർക്ക് സംടൈംസ് ആ സമയത്തിൽ തന്നെ കിട്ടിയാൽ അത് അവിടുന്ന് തന്നെ സെൻഡ് ആകും. അതർവൈസ് നമ്മൾ അവിടെ പോയിട്ട് റീസെൻഡ് കൊടുക്കുമ്പോൾ അവിടുന്ന് മെയിൽ നമ്മൾ ഇട്ടേക്കുന്ന ആ 2 അഡ്രസ്സിലേക്ക് ചേരും. സോ ഔട്ട് ബോക്സ് മീൻസ് മെസ്സേജ് റെഡി ആയതിനു ശേഷം 2നുള്ള ആൾക്ക് പോയി ചേരുന്നതിന്റെ മുന്നിൽ സ്റ്റോർ ആയി നിൽക്കുന്ന ഒരു പ്ലേസ്. ആൻഡ് ഓപ്ഷൻ സി, അഡ്രസ് ബുക്ക്. അഡ്രസ് ബുക്ക് മീൻസ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, ഫ്രീക്വന്റ് ആയിട്ട് കുറെ പേർക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ മെയിൽ അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരിടം. ഫോൺ നമ്പർ ആയിരിക്കാം, മെയിൽ ID ആയിരിക്കാം, അവരുടെ അഡ്രസ് ആയിരിക്കാം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഈ അഡ്രസ് ബുക്സ് എന്നുള്ള പേജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സെൻറ്റ് ഐറ്റംസ്. സെൻറ്റ് ഐറ്റം മീൻസ് നമ്മൾ മെസ്സേജ് സക്സസ്ഫുൾ ആയിട്ട് ഒരുത്തർക്ക്, അതായത് 2 കൊടുത്തേക്കുന്ന പേഴ്സൺക്കോ അല്ല കുറെ ആൾക്കാർക്കോ ഇങ്ങനെ അത് സെൻഡ് ചെയ്തതിന് ശേഷം ആ മെയില് സെൻറ്റ് ഐറ്റംസ് നമുക്ക് പോയി എടുക്കാൻ പറ്റും. സോ സെൻറ്റ് ഐറ്റംസ്. സോ ആക്ച്വലി ഹാവ് സ്റ്റാർട്ടഡ് ബട്ട് നോട്ട് യെറ്റ് റെഡി ടു സെൻഡ്. ഇൻ ദിസ് സ്റ്റേജ് നമ്മളുടെ മെയിൽ ഡ്രാഫ്റ്റ് ഫോൾഡറിൽ ഉണ്ടായിരിക്കും. സോ ഓപ്ഷൻ വിൽ ബി എ. Okay, next question, which of the following domains is used for profit business? Profit business means ചില ഇപ്പോൾ amazon.com, google.com അതൊക്കെ ഉണ്ടായിരിക്കും. സോ പ്രോഫിറ്റ് ബിസിനസ്, കമേഴ്ഷ്യൽ, സോ .com കമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ളതിനെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. കമേഴ്ഷ്യൽ. .net മീൻസ് ഇപ്പൊ കുറച്ച്
കുഞ്ഞായിട്ടുള്ളത് കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ .com ആയിരിക്കും. ഫോർ എക്സാമ്പിൾ amazon.com, ഇങ്ങനെ കുറച്ച് .com ആയിരിക്കും. അങ്ങനെ കുറേ .com ഉള്ള ഒരു പേഴ്സൺ അല്ല ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് ഉരുവാകുന്നത് ഈ .net. ഫോർ എക്സാമ്പിൾ slideshare.net, php.net, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ ഒരു തരപ്പായിട്ട് മാത്രമല്ലാതെ ഒരുപാട് രീതിയിൽപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. സോ .net. എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ സെക്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കോളേജായ .edu എന്നുള്ളതുണ്ടായിരിക്കും. സോ എഡ്യൂക്കേഷൻ സെക്ടർ എല്ലാം ഉണ്ടായിരിക്കുന്നത്. .org മീൻസ് ഓർഗനൈസേഷൻ. org മീൻസ് അതായത് നോൺ പ്രോഫിറ്റബിൾ സം ചാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ .org എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. സോ .org ഓൾ ടൈംസ് നോട്ട് പ്രോഫിറ്റബിൾ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ wikipedia.org ഈ സ്റ്റേജിൽ ഇത് നോൺ പ്രോഫിറ്റബിൾ മാത്രമല്ല, സംടൈംസ് വി ക്യാൻ എക്സ്പെക്ട് സം പ്രോഫിറ്റ്. സോ .org മെയിൻലി യൂസ് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റബിൾ ആർ ചാരിറ്റി അതിനൊക്കെ ആയിട്ട്. wikipedia.org സർവീസ്, എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷനും വേണമെന്നുള്ള രീതിയിൽ ഈ വിക്കിപീഡിയ. സോ wikipedia.org. പക്ഷേ സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് profitable. Okay, so here question, domain is used for profit business means commercial ആയിട്ടുണ്ടായിരിക്കുന്നത് .com. so option C, google.com, amazon.com ഇതൊക്കെ ഒരു പ്രോഫിറ്റ് ബിസിനസ്. google.com, amazon.com, flipkart.com. സോ ഈ രീതിയിലുള്ളതെല്ലാം പ്രോഫിറ്റ് ബിസിനസ്. ഓക്കെ, സോ ഓപ്ഷൻ .com. Next question, when sending an email the line describes the contents of the message. actual content. ഇപ്പം നമ്മൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യമേ ഇവിടെ 2 ഉണ്ടായിരിക്കും. 2ൻ്റെ ഇവിടുത്തെ സൈഡ് CC ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് BCC ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ. സോ 2 BCC ഇതൊക്കെ ഒരിടത്തുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇവിടെ സബ്ജക്റ്റ് എന്നുണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തായിരിക്കും. സോ ആക്ച്വലി ഈ 2 എന്നുള്ള ഇടത്തിൽ നമ്മൾ ഈ ആർക്കായി മെസ്സേജ് സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ 2ൽ ഉണ്ടായിരിക്കും. CC BCC ഒക്കെ നമ്മൾ അപ്കമിങ് ക്വസ്റ്റ്യൻസിൽ കാണാം. സോ 2ൽ ഇതൊക്കെ ഉണ്ടായിരിക്കും. CC മീൻസ് നത്തിങ്, കാർബൺ കോപ്പി. BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഈ കാർബൺ കോപ്പി ഇവിടെ ഒരാൾക്ക് മാത്രം നമ്മളിപ്പോൾ 2 സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ അഡ്രസ്സ് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് കുറേ പേർക്ക് സെൻഡ് ചെയ്യാം. നമ്മൾ ഈ ആർക്കായി സെൻഡ് ചെയ്യുന്നത് ആരായി ഫ്രം ടു സബ്ജക്റ്റ് എല്ലാം ഒരാൾക്ക് അറിയണമെന്ന് പറയുമ്പോൾ അവരുടെ അഡ്രസ്സ് നമുക്ക് CCയിൽ അയക്കാം. BCC എന്നുള്ളത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ ഒരാളുടെ മെയിൽ ID ഉള്ളത് ഈ CC അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ഇവർ ആർക്കും അറിയത്തില്ല. സോ ബ്ലൈൻഡ് കാർബൺ കോപ്പി ഇങ്ങനെ ആർക്കെങ്കിലും ഇവർക്ക് അയക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ, ഡയറക്ടർ, എംപ്ലോയി ഇങ്ങനത്തെ ഒരു ഇതിലുണ്ടായിരുന്നു വെച്ചാൽ ഡയറക്ടർ മാനേജർ ഒരു എംപ്ലോയർക്ക് ഒരു മെയിൽ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഡയറക്ടറിന്റെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെടണം. പക്ഷെ ആ എംപ്ലോയിക്ക് അറിയപ്പെടേണ്ട ആവശ്യമില്ല ഈ മെയിൽ വേറെ ആരൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളത്. സോ അങ്ങനത്തെ സ്റ്റേജിൽ ഡയറക്ടറിന്റെ മെയിൽ ID നമുക്ക് ഈ BCCയിൽ ടൈപ്പ് ചെയ്തിടാൻ പറ്റും. സോ ഇവിടെ 2 ഉണ്ട്, CC ഉണ്ട്, BCC ഉണ്ട്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് റിഗാർഡിങ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്മൾ ഒരു മെയിൽ ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെയിലിടെ മെയിൻ കണ്ടന്റ് റിഗാർഡിങ് ഏത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്നുള്ള റിഗാർഡിങ് അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ഒക്കെ ഇവിടെ സബ്ജക്റ്റിലുണ്ടായിരിക്കും. അതർ ദാൻ ദിസ് ഞാൻ എന്തിനാ മെയിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തിനാ ഇതിനെ ചെയ്യുന്നുള്ള സകല കാര്യങ്ങളും ഇവിടെ ഈ പോർഷനിലുണ്ടായിട്ട് നമ്മൾ താങ്ക് യു ഒക്കെ അയച്ച് നമ്മൾ മെയിൽ സെൻഡ് ചെയ്തോളൂ. ഇവിടെ ഇത് കഴിഞ്ഞ് സെൻഡ്, അറ്റാച്ച്മെന്റ്, കുറേ ഫയൽസ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അറ്റാച്ച്മെന്റ് ഫയൽ ഏതെങ്കിലുമൊക്കെ അറ്റാച്ച്മെന്റ് ചെയ്യണോ അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. സോ ഈ രീതിയിൽ ലൈൻ ഡിസ്ക്രൈബ്സ് കണ്ടന്റ്സ് ഓഫ് ദി മെസ്സേജ്. ആക്ച്വൽ കണ്ടന്റ് ഇവിടെ ആയിരിക്കും. നമ്മൾ ഈ ആക്ച്വൽ ഏത് റിലേറ്റഡ് ആയിട്ട് ഏത് റിഗാർഡിങ് വാട്ട് എന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. സോ സബ്ജക്ട് വിൽ ബി ദ ആൻസർ. 2 നമുക്കറിയാം. 2 ആർക്കായി മെയിൽ പോയി ചേരേണ്ടെന്നുള്ള അവരുടെ മെയിൽ അഡ്രസ് അത് 2
കണ്ടന്റ്സ് ഇങ്ങനെ മെയിൽ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. പൊതുവെ ഇവിടെ ഈ ടൈപ്പ് ചെയ്യുന്നതായിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കണ്ടന്റ്. CC മീൻസ് കാർബൺ കോപ്പി. അതായത് 2ൽ മെയിൽ ഐ ഡി കുറേ പേർക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ CCയിൽ ആരുടെയെങ്കിലും മെയിൽ ഐ ഡി, ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ ഒരു എംപ്ലോയർക്ക് മെയിൽ അയക്കുമ്പോൾ ഡയറക്ടറിൻ്റെ ഇത് CCയിൽ, അതായത് മാനേജർ എംപ്ലോയിക്ക് ഏത് മെയിൽ അയക്കുന്നുണ്ട് അതിൻ്റെ സബ്ജക്റ്റ് കണ്ടന്റ് എല്ലാം CC ഡയറക്ടറിനെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം കൊണ്ട് അവരുടെ ഇതിൽ CCയിൽ ഇടാം. അപ്പൊ എല്ലാവർക്കും അറിയാം ടു ആർക്കൊക്കെ അയച്ചിട്ടുണ്ട്, ഈ എംപ്ലോയർ ആരാ, ഈ മാനേജർ ആർക്കായി അയക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡയറക്ടറിനെ കൊണ്ട് കാണാൻ കഴിയും. സോ CCയിൽ ഇട്ടാൽ മതി. സോ കാർബൺ കോപ്പി, ദാറ്റ്സ് ഇറ്റ്. സോ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് മീൻസ് സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഇസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. പൊതുവെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യമേ ഈ വാൻ, മാൻ, ലാൻ, ക്യാൻ. ഓക്കെ, വാൻ മീൻസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് അറൗണ്ട് ഒരു എൻറ്റയർ ഒരു കൺട്രി മൊത്തം കവർ ആകേണ്ട അത്രയുള്ള നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. അബവ് 1000 കിലോമീറ്റർ. ഓക്കെ, മാൻ മീൻസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇത് അറൗണ്ട് ഒരു 100 കിലോമീറ്റർ ദൂരം വരെ ഉണ്ടായിരിക്കും. അതായത് ഒരു എൻറ്റയർ സിറ്റി മുഴുക്കം ഉള്ളത് കവർ ചെയ്യേണ്ട രീതിയിലുള്ള ഇതുണ്ടായിരിക്കും. ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അറൗണ്ട് 1 കിലോമീറ്റർ. ഓക്കെ, ക്യാൻ മീൻസ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇത് ഒരു അറൗണ്ട് 5 കിലോമീറ്റേഴ്സ് ഓളം കവർ ചെയ്യുന്ന അത്രയും ഉണ്ടായിരിക്കും. സോ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു ഫുൾ കൺട്രി അത്രയും ദൂരം ചെയ്യുന്ന അത്രയും ഉണ്ടായിരിക്കും. സോ 1000 കിലോമീറ്റേഴ്സ് ദൂരം വരെ പോകാൻ പറ്റും. മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഇതിൻ്റെ അകത്ത് അറൗണ്ട് 100 കിലോമീറ്റേഴ്സ് ഒരു സാധാരണപ്പെട്ട ഒരു സിറ്റി മൊത്തം മുഴുവൻ കവർ ചെയ്യുന്ന അത്രയുള്ള നെറ്റ്വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ലാൻ മീൻസ് ഒരു വിതിൻ എ ബിൽഡിംഗ് or വിതിൻ എ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി, ഒരു കൊച്ചൊരു സ്കൂളായിരിക്കാം, ഈ സ്കൂൾ ക്യാമ്പസ് മാത്രം, അതായത് അറൗണ്ട് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം നമ്മളെ കൊണ്ട് ഒരു കണക്ട് ചെയ്യേണ്ട മാത്രം മതി എന്ന് വെച്ചാൽ അവിടെ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് മീൻസ് ഈ ലാൻഡ് ആൻഡ് മാൻ ഇത് രണ്ടിനും ഇടയിൽപ്പെട്ടതായിട്ടുള്ളത് ഈ ലാൻ, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ബിക്കോസ് 5 കിലോമീറ്റർ ഓൺലി. ലാൻഡിനെക്കാട്ടിലും കുറച്ച് അധികമായിരിക്കാം, മാനിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കാം. ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, അത് സ്കൂൾ ക്യാമ്പസ്, ബിൽഡിംഗ്, അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ബിൽഡിങ്സ് ഒക്കെ ചേർന്നുണ്ടായിരിക്കും. സോ അവിടെ നമുക്ക് വി ക്യാൻ യൂസ് ക്യാൻ. ഓക്കെ, സോ ഹിയർ ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് വിച്ച് ഇസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ്, ഒരു സിംഗിൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാൻ. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു 1 കിലോമീറ്റർ വിത്തിൻ എ ബിൽഡിംഗ്, ക്യാമ്പസ്, ഓർഗനൈസേഷൻ, സ്കൂൾ, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ക്യാൻ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു 5 കിലോമീറ്റേഴ്സ്, അറൗണ്ട് ഒരു 5 കിലോമീറ്റേഴ്സ്. സോ ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്, അറേൽസ് ഒരു കുറച്ച് ഒരു ഏരിയ, ഒരു ലാൻഡിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് ക്യാൻ. മാൻ മീൻസ് ഒരു സിറ്റി, വാൻ മീൻസ് ഒരു കൺട്രി മൊത്തം, അറൗണ്ട് 1000 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരെ നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ആൻസർ വിൽ ബി ലാൻ, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോവിംഗ് ലിസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഫറെന്റ് types of computer networks. Arrange them in an ascending order on the basis of geographical space. ഇപ്പൊ നമ്മൾ ആദ്യമേ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആൾറെഡി. സോ ലാൻ, മാൻ ആൻഡ് വാൻ. ബിക്കോസ് ലാൻ അറൗണ്ട് 1 കിലോമീറ്റർ, മാൻ അറൗണ്ട് 100 കിലോമീറ്റർ, വാൻ അറൗണ്ട് 1000 kilometers. So in ascending order geographical space, എത്രയും സ്പേസ് കവർ ചെയ്യുന്നുള്ളത് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ അസെൻഡിങ് ഓർഡറിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. സോ ലാൻ ആൻഡ് മാൻ, ascending order. Okay, ascending order, not meaning that ലാന ഇവിടെ വലുതെന്നുള്ളതല്ല ഇതിൻ്റെ മീനിങ്. നമ്മളിങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ പൊതുവെ ലാൻ, മാൻ ആൻഡ് വാൻ ഇങ്ങനെ എഴുതാൻ കഴിയും. സോ ലാൻ, മാൻ ആൻഡ് വാൻ, ഓപ്ഷൻ ഡി. സോ ജിയോഗ്രാഫിക്കൽ സ്പേസ് മീൻസ് അത് കവർ ചെയ്യുന്ന എൻറ്റയർ ഏരിയയുടെ അളവ്. ഓക്കെ, സോ ലാൻ, മാൻ ആൻഡ് വാൻ, ഓപ്ഷൻ ഡി. Okay, next question, which of the following is generally associated with the domain name of an educational institution?
ഓൾറെഡി നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിരുന്നു. .edu എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മൾ .edu. ഫോർ എക്സാമ്പിൾ സം കോളേജ് നെയിം st.edu. ഓക്കെ, സം കോളേജിന്റെ നെയിം ഒക്കെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, edu. ഓക്കെ, ORG മീൻസ് നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു, ഓർഗനൈസേഷണലിന്റെ ഇത് വരുന്നത് നോൺ പ്രോഫിറ്റബിൾ ആക്ച്വലി നോൺ പ്രോഫിറ്റബിൾ ആൻഡ് സം ചാരിറ്റി റിലേറ്റഡ് ഫംഗ്ഷൻ എല്ലാം .org. .com മീൻസ് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടായത്, കമേഴ്ഷ്യലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം .com. INST അങ്ങനെ ഒരു ഇതില്ല, ഇവിടെ വെറുതെ ഒരു ഇതിനായിട്ട് കൊടുത്തേക്കുന്നത്. സോ .org നോൺ പ്രോഫിറ്റബിൾ ആർ ചാരിറ്റിക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് .edu. സോ ഓപ്ഷൻ ബി. Okay, next question, which of the following is the not type of question? So നമ്മളിങ്ങനെ ഈ not type of questions വരുമ്പോഴേക്കും അവിടെ വളരെ സൂക്ഷിച്ച് വേണം നോക്കാൻ, ബിക്കോസ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, ഈ നോട്ട് എന്നുള്ളത് അത്ര നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണത്തില്ല. സോ അവിടെ സം മിസ്റ്റേക്സ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ നോട്ട് സെയിം ആസ് ദി അതർ ത്രീ. ആദ്യമേ ഇവിടെ ഈ മാക് അഡ്രസ്, ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്, IP അഡ്രസ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഈ നെറ്റ്വർക്കിന്റെ ടൈപ്സ് ആയി ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. സോ നെറ്റ്വർക്ക് നമുക്ക് യൂഷ്വലി രണ്ടായിട്ട് പിരിക്കാൻ കഴിയും, ഹാർഡ്വെയർ അഡ്രസ് ആൻഡ് സോഫ്റ്റ്വെയർ അഡ്രസ്. ഓക്കെ, ഹാർഡ്വെയർ അഡ്രസ് ഇതിന്റെ വേറൊരു പേരാണ് ഈ ഫിസിക്കൽ അഡ്രസ്. Here logical address. Physical address, here logical address. ഈ physical address എന്ന് പറയുമ്പോൾ ഇവിടെ MAC address, MAC address. ഈ logical address എന്ന് പറയുന്നതാണ് ഇവിടെ IP address. ഈ IP address നിന്ന് രണ്ടുണ്ട്, IPv4 and IPv6. IPv4 and IPv6. സോ പൊതുവെ നെറ്റ്വർക്കിന്റെ ഈ കൊടുത്തേക്കുന്നതിൽ നെറ്റ്വർക്കിന്റെ അഡ്രസ്, ഹാർഡ്വെയർ അഡ്രസ്, സോഫ്റ്റ്വെയർ അഡ്രസ്, ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് ആൻഡ് സോഫ്റ്റ്വെയർ അഡ്രസ് ഈ ലോജിക്കൽ അഡ്രസ്, മാക് അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് ഇസ് അതർവൈസ് കോൾഡ് മാക് അഡ്രസ്, ലോജിക്കൽ അഡ്രസ് ഈ IP അഡ്രസ്. IP അഡ്രസ്സിൽ IPv4 and IPv6 എന്ന് രണ്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് റിലേറ്റഡ് ആയിട്ട് ഇല്ലാത്ത ഒരെണ്ണം, മൂന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരെണ്ണം, നോട്ട് സെയിം ആസ് the other three question. Okay, ഇവിടെ സോ ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്, മാക് അഡ്രസ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്, മാക് അഡ്രസ് ഇത് മൂന്ന് ഈ ടീമിൽ നിന്നും ഉണ്ട്. സോ IP അഡ്രസ്, സോഫ്റ്റ്വെയർ അഡ്രസ് ഇസ് അതർവൈസ് കോൾഡ് IP അഡ്രസ്. സോ ഇത് നമുക്ക് നോട്ട് ഈ മൂന്ന് സെറ്റിൽ നിന്നും തനിയായിട്ട് വേറായിട്ട് നിൽക്കുന്ന ഇത് മൂന്നും സെയിം ആയിട്ടല്ലാത്തത്. സോ ഇത് ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്, മാക് അഡ്രസ് മൂന്ന് സെയിം മീനിങ്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഒരേ ടൈപ്പിലായിട്ട് വരുന്നത് ഇത് മൂന്നും ഒരു ഗ്രൂപ്പ്. ഇത് ഹാർഡ്വെയർ അഡ്രസ് ഇസ് അതർവൈസ് കോൾഡ് ഫിസിക്കൽ അഡ്രസ് ഇസ് സംടൈംസ് കോൾഡ് മാക് അഡ്രസ്. സോ ഇത് മൂന്നും സെയിം. ഈ IP അഡ്രസ് മാത്രം വേറെ സോഫ്റ്റ്വെയർ അഡ്രസ് ആയിരിക്കും. സോ IP അഡ്രസ്. ഓക്കെ, നോട്ട് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് സം ട്വിസ്റ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, so answer will be option D. Next question, identify the IP address from the following. പൊതുവെ IP അഡ്രസ് നമ്മളിങ്ങനെ എഴുതിച്ചുമ്പോൾ അതൊരു 4 parts ഉണ്ടായിരിക്കും. ഈച്ച് പാർട്ട് 0 to 255 വരെയുള്ള വാല്യൂസ് ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. വേറെ ഇത് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്, വേറെ ഒരു സിമ്പിളും ആകാൻ പാടില്ല, ഡോട്ട് സിമ്പിൾ മാത്രമേ ആകാൻ പാടുള്ളൂ. ഓക്കെ, സോ അത് വെച്ച് ഇതിൻ്റെ അകത്ത് IP അഡ്രസ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. എല്ലാത്തിൻ്റെ അകത്തും 4 പാർട്സ് ഉണ്ട്. 1 2 3 4 1 2 3 4th part, 1 2 3 4th part, 1 2 3 4 1 2 3 4. ഓക്കെ, 4 ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കുമ്പോൾ 300, ഹിയർ ഗിവൻ 300. നമുക്ക് നമ്മുടെ റേഞ്ച് 0യിൽ നിന്നും 255 വരെ ഉണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ 300 ആകാൻ പാടില്ല. സോ ഓപ്ഷൻ എ ഇസ് നോട്ട് കറക്റ്റ്. ആൻഡ് ഹിയർ ആൾസോ 317 ആൾസോ നമുക്ക് വരാൻ പാടില്ല. സോ ഓപ്ഷൻ എ റിജക്റ്റഡ്. ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിൽ
ഈ അറ്റ് സിമ്പിൾ ഉണ്ടല്ലോ, ഈ അറ്റ് സിമ്പിൾ വരാൻ പാടില്ല. ഇത് സെപ്പറേറ്റഡ് ബൈ ഓൺലി ഡോട്ട് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഡോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് അറ്റ് സിമ്പിൾ വരാൻ പാടില്ല. സോ അറ്റ് സിമ്പിൾ യൂസ് വന്നാൽ ഓപ്ഷൻ ബി ഓൾസോ എലിമിനേറ്റഡ്. ആൻഡ് ദെൻ ഓപ്ഷൻ സി 255 വരുന്നുണ്ട്, 255 വരുന്നുണ്ട്, 255 വരുന്നുണ്ട്, 255 വരുന്നുണ്ട്. 0 to 255 വരെയുള്ള ഏതെങ്കിലും ഒരെണ്ണം ആവാൻ. ആൻഡ് 4 പാർട്സ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ ഡോട്ട്. ഓക്കെ, കറക്റ്റ്. സോ ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ആൾസോ ഹൈഫൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഹൈഫൻ സെപ്പറേറ്റഡ് ബൈ ഡോട്ട് ഓൺലി, നോട്ട് ഹൈഫൻ. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഇങ്ങനെ നമ്മൾ IP അഡ്രസ് ആവുമ്പോൾ അതിന് 4 പാർട്സ് ഉണ്ടായിരിക്കണം. 0 to 255 ഉള്ള റേഞ്ചിൽ ഉള്ള നമ്പേഴ്സ് അതിൻ്റെ മാത്രമേ അതിൻ്റെ ഉണ്ടാകാൻ പാടുള്ളൂ. സെപ്പറേറ്റഡ് ബൈ നോട്ട് സിമ്പിൾസ്, അറ്റ് സിമ്പിൾ ആർ ഹൈഫൻ ഇങ്ങനത്തെ യാതൊരു സിമ്പിളും IP അഡ്രസ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വരാൻ പാടില്ല. സോ ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ വിൽ ബി answer will be option C. Okay, next question. Dash is a wireless technology built in electronic gadgets for transferring data over short distance. Okay, first Wi-Fi. Given options Wi-Fi, Bluetooth, modem and USB. ഈ വൈഫൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വയർലെസ് നെറ്റ്വർക്കിനായിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ കഴിയും. സോ വയർലെസ് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയർലെസ് നെറ്റ്വർക്ക് നമ്മൾ വൈഫൈയും യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ സോ വൈഫൈ നമ്മൾക്ക് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് മൊത്തം ഇപ്പോൾ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. സോ കുറച്ചൊരു ഡിസ്റ്റൻസ് അധികമാകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മൊബൈലിൽ രണ്ട് മൊബൈലിലുള്ള ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഈ മൊബൈലിലുള്ള ഡേറ്റ നമുക്ക് മറ്റേ മൊബൈലിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. സോ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്, അടുത്തടുത്ത് മൊബൈൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ബ്ലൂടൂത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട്. സോ ബ്ലൂടൂത്ത് ഓപ്ഷൻ ബി, വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ രണ്ട് മൊബൈൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓപ്ഷൻ സി, മോഡം ഇസ് എ ഡിവൈസ്. ഒരു മോഡം ഇങ്ങനെ നമ്മൾ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മൊബൈലിലോ ഇങ്ങനെ നമ്മൾ ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് മൂലം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സോ മോഡം ഇസ് എ ഡിവൈസ്. USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ USB പോർട്ട്, USB കേബിൾ, കണക്ടർ, ചാർജ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല USB കേബിൾ, അതായത് ഈ USB. സോ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വയർലെസ് ടെക്നോളജി ബിൽറ്റ് ഇൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഫോർ ട്രാൻസ്ഫറിങ് ഡേറ്റ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നുള്ളത് കീവേഡ്. ഇവിടെ ഈ 4 നമുക്ക് നെറ്റ്വർക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ നമ്മളെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതർവൈസ് വൈഫൈ കുറച്ചും കൂടെ അധികമാകാൻ കഴിയും. മോഡം നമുക്ക് നല്ല ഒരു സ്പീഡായിട്ടുള്ള ഇന്റർനെറ്റിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഒരു ഡിവൈസിനകത്ത് മാത്രമേ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതർ ദാൻ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ ഒരു വൈഫൈയിൽ നിന്നും 4-5 ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. പക്ഷെ മോഡം യൂസ് ചെയ്ത് ഒരു ഡിവൈസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് USB കണക്ടറിനെ പറയുന്ന USB. പക്ഷെ ക്വസ്റ്റ്യൻ ആസ്കിങ് അബൌട്ട് ഷോർട്ട് ഡിസ്റ്റൻസിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ബ്ലൂടൂത്ത്. സോ ഓപ്ഷൻ ബി, ബ്ലൂടൂത്ത് വിൽ ബി ദി ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതേപോലെ ഇന്ന് നമ്മൾ നോക്കിയ ഈ കോൺസെപ്റ്റ്സ് എല്ലാം വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. എവറി ടൈം ഈ ബ്ലൂടൂത്ത് വൈഫൈ മോഡം ഇങ്ങനെ ഈ ഓപ്ഷൻസ് ഓരോ ഓപ്ഷനിൽ നിന്നും ഓരോ പ്രാവശ്യം UGC നെറ്റ് എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ICT വെരി ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ്, എല്ലാവരെ കൊണ്ടും 5 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിറ്റ്. സോ മറ്റും കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ബൈ.